എല്ലാവർക്കും സ്വാഗതം. മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠത്തിൽ ശാങ്കരീയം 2025 തുടക്കമായിരിക്കുകയാണ്. ആദ്യ ദിവസമായ ഇന്ന് കുട്ടികളുടെ കണ്ടുപിടുത്തങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. അത് കാണാൻ വേണ്ടി കുട്ടികളും ഒപ്പം തന്നെ രക്ഷിതാക്കളൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്കൂൾ മാനേജറായിട്ടുള്ള ദാസാറിന് ഇപ്പോൾ ഇവിടെ നമ്മോടൊപ്പം ഉണ്ട്. ദാസാറ, കുട്ടികളുടെ കണ്ടുപിടുത്തങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? അതായത് വളരെ ഫെൻറ്റാസ്റ്റിക് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഇതിൻ്റെ അകത്തുണ്ട്. അതായത് വളരെ പെട്ടെന്ന് ഇവർ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ പുറകിൽ എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സ് പോലും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഇവരൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടേതായിട്ടുള്ള ഐഡിയാസൊക്കെയാണ് ഇതിൻ്റെ അകത്തേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. വളരെ അതിശയപ്പെടുത്തുന്ന ഒരു വലിയൊരു പ്രൊഫഷണൽ ഇതൊന്നും അല്ലെങ്കിലും നമ്മുടെ ഒരു കുട്ടിത്തത്തിൻ്റെ അതിൽ നിന്ന് ശാസ്ത്രവും എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. അപ്പം വളരെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ വിദ്യാർത്ഥികളെല്ലാം എന്ന് പറഞ്ഞാൽ പ്രശംസ അറിയിക്കുന്ന രീതിയിലാണ് ഇത് സംഘടിപ്പിച്ചത്. അതെ, തീർച്ചയായിട്ടും അതിനകത്ത് രക്ഷിതാക്കൾക്ക് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള പ്രദേശ വാസികൾക്കൊക്കെ അതിൻ്റെ അകത്തേക്ക് വരാം. അപ്പോൾ അതിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അലോപ്പതി ഉണ്ട്, ആയുർവേദിക് ഉണ്ട്, അതുപോലെ ദന്തൽ ഡോക്ടേഴ്സ് ഉണ്ട്, പിന്നെ കണ്ണുണ്ട്. കണ്ണെന്ന് പറഞ്ഞാൽ കണ്ണൂരിലുള്ള നമ്മൾ ഐറിസ് ഹോസ്പിറ്റലുമായിട്ട് അവരുമായിട്ട് സംയോജിച്ചിട്ട് അതുപോലെ തന്നെ ജില്ലാ നിയമസഹായ വേദി അവർ കൂടി അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറേ നിയമവശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള സെമിനാറുകളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ശാങ്കരീയം 2025 ശങ്കര വിദ്യാപീഠത്തിൽ തുടക്കമായിരിക്കുകയാണ്. എങ്ങനെയുണ്ട് പരിപാടി? ടീച്ചേഴ്സ് എല്ലാവരും ഒരുക്കത്തിലെല്ലാത്തിനും ടീച്ചേഴ്സ് സപ്പോർട്ടാണ്. നന്നായിട്ടുണ്ട്. ഓ, അടിപൊളിയാ. പറയുന്നുണ്ട്. സാധാരണ ഉപജില്ലാ ശാസ്ത്രോത്സവമൊക്കെ നടക്കുന്ന സമയത്ത് ഇത്ര വിപുലമായ രീതിയിൽ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ. ഇത് അതിന് വിപുലമായി ഒരു വിദ്യാലയത്തിലെ കുട്ടികൾ മാത്രം ഇതേപോലെയുള്ള പരിപാടികളൊക്കെ ആയി നമ്മുടെ കാണാനും അത് പറഞ്ഞു കൊടുക്കാനും വേണ്ടി ഇങ്ങനെ തയ്യാറായിരിക്കുകയാണ്. അത് രക്ഷിതാക്കൾക്ക് കൂടി ഇവിടെ വരാനും ഇത് കാണാനുള്ള അവസരം കൂടി ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. Today we have started the first day of annual day celebration. Our exhibition Prajna Pav is going on. You can see the small children has come to witness it, and the main point of our exhibition is the tinkering lab, where all the projects are innovative, done by children from first standard to +2. So this is the beginning where the students starts thinking critically and have problem solving techniques. And up we go, there is food court and all the items prepared by students, let it be science, social, maths, craft or toys. From today onwards they are going to enjoy. Tomorrow we will have cultural items and a mega medical camp. The medical camp is conducted by our alumni doctors. So every program is a special for SSVP, because it is for SSVP by SSVP. And 29th is the final day where we have program from morning to night. All the programs performed by SSVP student, and there is comedy show also. So all of you are welcome for the annual day function from 27, 28 and 29. താങ്ക് യു. അപ്പോൾ ശാങ്കരീയം 2025 കാണാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ മാനേജ്മെൻറ്റ് പദ്ധതികളൊക്കെ ഉണ്ട്. ദോഷേട്ട എങ്ങനെയാണ് കുട്ടികളുടെ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുന്നത്? സിനേട്ടാ എങ്ങനെയുണ്ട് പരിപാടി? കുട്ടികൾ അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. കുട്ടികൾ നമ്മളിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല കുട്ടികളൊന്നും. പക്ഷേ കുട്ടികൾ ശരിക്കും ഭയങ്കര പ്രിപ്പയർഡാണ്. എല്ലാ കാര്യങ്ങളും കുട്ടികൾ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്താലും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വേല കുട്ടികൾ ഡിഫറെൻ്റ് ചെയ്യുന്നുണ്ട്. അവതരണം ഗംഭീരമായിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. PKK Enterprises ഇനി മുതൽ മട്ടന്നൂർ വായാന്തോടിലും പെയിന്റ്, ഹാർഡ്വെയർ, പ്ലൈവുഡ്, ഗ്ലാസ്, കിച്ചൺ ആക്സസറീസ് എന്നിവയുടെ കണ്ണൂരിലെ ഏറ്റവും വിശാലമായ ഷോറൂം PKK Enterprises പെയിന്റ്സ്, പ്ലൈവുഡ്, ഗ്ലാസ്, ഹാർഡ്വെയർസ്, വായാന്തോട്, മട്ടന്നൂർ.